എന്താന്നില്ലേ ആഴ്ചക്കാഴ്ചക്ക് കല്യാണം പുതിയത് ഇങ്ങനെ വാങ്ങാൻ നിൽക്കല്ലേ കോയക കല്യാണത്തിനൊന്നും വരുന്നില്ലേ? കല്യാണത്തിനെ മോൾട്ടിനെയും കുഞ്ഞാപ്പൂനെയും പറഞ്ഞേക്കാണ്. അതെന്താ എന്താണെന്ന് അറിയില്ല. നിങ്ങള് പോരാത്ത ഞാൻ പോന്നിട്ട് പിന്നെ ആ ഉദയത്തിന്റെ അർച്ചക്ക് കൂടി ആരാധന എത്തപ്പിക്കീസില് അത് മോൾട്ടി പുതിയ ചുരിദാറിലാക്കി കല്യാണത്തിന്റെ ഇറങ്ങൂലാന്ന്. അപ്പൊ ഞാൻ സൈനറ്റ് ഒന്ന് ഊരിക്കാണ്ട് പോന്നാണ്. പെട്ടെന്ന് ഓഫ് ആയതാണ്. എന്നിട്ട് ഇജ്ജ് അതിന്റെ ഉള്ളിലേക്ക് ഇരുന്നാലെങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേ? ആഹാ ഹലോ എടാ പെട്ടെന്ന് ഓഫായി വണ്ടി. അതിനെ കുറിച്ച് ഇട്ടെടുത്തതല്ല, അയലുമൊന്നും എടുത്താണ്. ആ കല്യാണത്തിന് പോന്നില്ലേ? ഇപ്പൊ ചേരാതെ ഞാൻ വരാണ്ട. ആ എടാ ഇതിനെ കുറിച്ച് എല്ലാം അറിയണ ഒരു കാക്ക വന്നിക്കണേ. ഞാൻ എപ്പോ വിളിച്ച അത് അതിന് ഓഫായിക്കാം. ഒരു കാരണം നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ നമ്മള് നോക്കല്? ആ വരണ്ട ആർക്ക് പോയി ഇജ്ജെന്തിനാ ഇരിക്കണേ? ഇജ്ജ് പോയിക്കോ. ഇപ്പൊ ചെല്ലാതെ ഞാനും പോവില്ല. അതിന് എനിക്ക് ഇപ്പച്ച് പുതിയ ഡ്രസ്സ് കൊണ്ടുവരാൻ നിൽക്കണം. അതിന് കാത്തിക്കല്ലേ ഞാൻ. ഇജ്ജ് ഇതിന്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കും. അത് തുറക്കേ കജിരിക്കേ ഇരിക്കുക. ആ എന്നാ എനിക്ക് കിട്ടിയ ആ കല്യാണം കഴിയാന്നല്ലാതെ ഡ്രസ് എനിക്ക് കിട്ടിയിട്ട് കാണൂല. സാധനം കിട്ടി. ആക്കണ എന്റെ പച്ചി വന്നു. എന്തേ പിന്നെ തയ്ക്കുന്ന നോക്കാൻ എനിക്കറിയോ? എനിക്കത് വേണ്ട. എന്താ ഇതിന് കുഴപ്പം? ഇതാ അലാക്കിന്റെ കടയിന്ന് വാങ്ങിയതാണിത്. ആ അതാണ് ഇത്ര. അങ്ങനെ വരട്ടെ. എന്താണ് ബാക്കിൽ പോകരുണ്ടോക്കാം. ഇന്റല്ല വണ്ടിന്റെ ബാക്കിൽ. അതെ നല്ലതാണ് എളുപ്പട്ടോ. ഇജ്ജ് മുണ്ടേ തനക്ക് വേണമെങ്കിൽ ഇജ്ജാണ്ട് ഇട്ടോ, ഞാൻ ഇടൂലത്. ആണുങ്ങളല്ലേ ചുരിദാർ ഇടുക. അതന്നെ പോകരുണ്ടോക്കാം. അതിന്റെ ബാക്കിൽ പുക വരുന്നില്ലല്ലോ കാക്കേ. പുക വരുന്നില്ല. ഇങ്ങോട്ടുന്ന ജിമ്മച്ചിക്കൊന്ന് കാട്ടി കൊടുത്തോക്കത്. എന്താ അതിനൊരു കുഴപ്പം? എത്തപ്പച്ചേന്റെ കോല ഒരു വർക്കും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയത്? നിങ്ങളെ വർക്കും അലക്കൊക്കെ കൂടി നോക്കി നടക്കുമ്പോ മനുഷ്യന്റെ ഉറക്കം തന്നെ പോവാണി. പാണിക്കങ്ങനെ പോകില്ല എല്ലാം. ആഹാ അങ്ങനെ വരട്ടെ. എന്താ ഒന്ന് അടുത്തോടി എല്ലാം ഇച്ചാവില്ല അതിന് തലടക്കാൻ. ഇപ്പച്ചേ എന്റെ കൂട്ടുകാരിയാൾ ഒന്നും ഇപ്പൊ ഡ്രസ് എടുക്കലില്ല. അങ്ങനെ പേശം അതല്ലേ പീഡിപ്പിക്കണ ഒരു വെള്ളം വാങ്ങി കൊടുത്ത പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ചേ. കാക്ക പെട്ടെന്ന് ഒരു കുപ്പി വെള്ളം കാട്ടിയാണ്. ഓലൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ഇടല്ലേ. അത് ശരി. അങ്ങനെ എന്ത് രസം അറിയാതൊക്കെ കാണാനേ. എന്നാ ഓലമാരി അനക്കോട് തുന്നിണ്ടാക്കിക്കൂടെ എന്നെ അടങ്ങാറാക്കണോ? അതിന് എവിടെ പോയോ? വന്നോ അടച്ചോനെ വെള്ളം കടിക്കാം. അറിയില്ലല്ലോ. ആ പ്ലസ് ടു കഴിഞ്ഞ അന്ന് തൊട്ട് ഞങ്ങളോട് പറഞ്ഞിടക്കിലേക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുള്ളതേ. അതൊക്കെ പോയ ബസ്സാണ്. അതൊക്കെ ഇനി കജ്ജടിയിലെത്ത കാര്യം. പ്ലസ് ടു ഒക്കെ എന്ന് കഴിഞ്ഞോക്കണേ. നേരാക്കിയോ? ഒരു കുഴപ്പമില്ല. ഇപ്പിച്ച് കോട്ടക്കലുള്ള സിയാറ്റ് പോവാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പഠിച്ച പ്രായമൊന്നൊരു വിഷയമല്ല. എന്തായാലും ഉപ്പച്ചിന്റെ കുട്ടി ഇന്ന് ആ കൊടുന്നത് ഇട്ടൊക്കെ കല്യാണത്തിന് പോയി വന്നില്ല. മൂത്രക്കല്ലിന്റെ അസുഖണ്ടേ. അപ്പൊ ഡോക്ടർ എല്ലാം വെള്ളം കുടിച്ചാൽ മറക്കും. കുടിച്ചാ അല്ല അപ്പൊ ഇത് നേരാക്കണ്ടേ? അത് നേരാക്കണമെങ്കിൽ വർഷാപ്പ് നാളെ കൊണ്ടുവരും. അല്ലാതെ നടക്കുച്ചു തോന്നില്ല. അല്ല ശേഷം ഓട്ടൊക്കെ സിയാറ്റ് കൊണ്ടുപോയി ചേർക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഇത് ഉപ്പച്ചിന്റെ വാക്കാ. എന്നാ ഞാൻ ഇട്ടോളാം. ഉത്സവമൊക്കെ ചുരിദാർ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കൊടുത്താ എന്നാ ഞാൻ പോയി മാറ്റിക്കാം. അല്ല എന്താ വണ്ടി കംപ്ലൈന്റ്? സ്റ്റാർട്ട് ആവില്ല. എടാ ആളെത്തിക്കണം. ഞാൻ പൊളിച്ച അത്ര പെട്ടെന്ന് മാറ്റിയോ? പടച്ച തമ്പുരാനെ എജ്ജാണിത്. നിങ്ങൾ പോന്നില്ലേ? അത് സ്റ്റാർട്ട് പെട്ടെന്ന് ഓഫ് ആയതാണ്. ആ കുട്ടിന്റെ ചുരിദാർ കൊണ്ട് നടക്കേ. ഔത്ത് കയറാൻ നേരല്ലേ നടക്ക കല്യാണത്തിന്. മോൾട്ടിയാ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞോളാണ് അറിഞ്ഞാതിട്ട്. എത്രയായി കാക്ക? അതൊരു 1500. ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് 1500 ഉറുപ്പിക കിട്ടും. അല്ലാന്ന് കുൽസോ ഞമ്മക്കൊന്ന് ബീഫായിട്ട് ജ്യൂസാണ് അടിച്ചാലോ? നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വർഷം. ഈ സാധനം ഉണ്ടായാൽ മാത്രം പോരാ, നല്ല സ്ഥലത്ത് പോയി പണി പഠിക്കും വേണം. എനിക്കും മെക്കാനിക്ക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. നിങ്ങൾ ഇത് എവിടുന്ന് പഠിച്ചത്? ഞാൻ കോട്ടക്കലുള്ള IIT പഠിച്ചത്. ഏതായാലും